വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ ടെൻഹാഗിന്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നലെ നമ്മുടെ മത്സരം ഉണ്ടായിരുന്നു, മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ലാതിരുന്ന ഒരു കളിയാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. കാരണം മാക്സിമം ഒരു മിനിറ്റ് തന്നെ പറയാം, ഭയങ്കര ഡെഡ് ഗെയിമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല, രണ്ട് ടീമുകളും വളരെ മോശമായിരുന്നു തന്നെ പറയാം. അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു, രണ്ട് ടീമുകളുടെ ഭാഗത്ത് ഇഷ്ടം പോലെ മിസ് പാസും അങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് പ്രത്യേകിച്ച് ഒന്നും ഹാപ്പനിങ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു മത്സരമാണ്. ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോണി അണ്ണൻ്റെ പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളി ഇന്നലെ കാഴ്ചവെച്ചത്. അങ്ങനെ പുള്ളി MOTM ആയി. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ പറയാനില്ല. ബ്രൂണോ ഇപ്പോൾ നമുക്കെതിരെയാണ് കളിക്കുന്നതെന്നുള്ളൊരു തോന്നലാണ് വരുന്നത്. എസ്പെഷ്യലി ഇന്നലെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി വരെ ബാക്ക് ഫ്ലിക്കൊക്കെ കൊടുത്ത് എതിർ ടീമിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കളിയാണ് ബ്രൂണോ കാഴ്ചവെക്കുന്നത്. എന്തുകൊണ്ട് പുള്ളിക്കാരനെ ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിയില്ല. കാരണം സെൻട്രൽ ബാക്കുകളെ രണ്ടുപേരെ ഡ്രോപ്പ് ചെയ്തു, പക്ഷെ ബ്രൂണോന് ഒരു കാരണവശാലും പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്നുള്ള കാര്യം അറിയാനും പാടില്ല. അപ്പോൾ എന്തായാലും ടെൻഹാഗിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അത് വേസ്റ്റ് സ്റ്റാർട്ട് ടു അവർ പ്രീമിയർ ലീഗ് ക്യാമ്പയിൻ എവർ ആണ് വീണ്ടും സംഭവിച്ച ടെൻഹാഗിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അതുപോലെ തന്നെ പോർട്ടോ ആയിട്ടുള്ള മത്സരം നമ്മൾ 3 ഗോൾ വഴങ്ങി. അപ്പോൾ ഇങ്ങനെ മൊത്തം നമ്മൾ 25-ലധികം മത്സരങ്ങൾ ഇങ്ങേരുടെ അണ്ടറിൽ 3+ ഗോളുകൾ വഴങ്ങുന്നുണ്ട്. ആകെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ സാക്ക് ചെയ്യാന്നുള്ള മാത്രമാണ്. അത് ഇന്നവേറ്റബിൾ ആണ്, പക്ഷേ അതെന്തുകൊണ്ട് ഇവർ വൈകിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിപ്പോൾ സാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്, കാരണം ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു മാനേജറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ സമയം കിട്ടും. അതുപോലെ തന്നെ പുതിയ മാനേജർ വന്ന് കഴിയുമ്പോൾ ന്യൂ മാനേജർ ബൗൺസ് എന്ന് പറഞ്ഞൊരു സാധനം എന്തായാലും ഉണ്ടാവും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ ടെൻഹാഗ് ആണെങ്കിൽ ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ ഇപ്പോൾ മൈക്ക് കിട്ടി കഴിഞ്ഞാലും മണ്ടത്തരങ്ങളാണ് പറയുന്നത്. 4 ക്ലീൻ ഷീറ്റുകൾ പിടിച്ചു എന്നൊക്കെയാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നത്. റെസീലിയൻസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. കമോൺ മാൻ, നമ്മളിപ്പോൾ 14ാം സ്ഥാനത്താണ് വിത്ത് -3 ഗോൾ ഡിഫറൻസ്. അതുപോലെ തന്നെ 7 മത്സരങ്ങളിൽ 5 ഗോളുകൾ മാത്രമാണ് നമ്മൾ പ്രീമിയർ ലീഗിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ എല്ലാ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ജിം റാഡ്ക്ലിഫും അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സൊക്കെ ഇന്നൊരു മീറ്റിംഗ് മാഞ്ചസ്റ്ററിൽ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഒരു മീറ്റിംഗ് ലണ്ടനിൽ കൂടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ടെൻഹാഗിൻ്റെ കാര്യം ഒരു തീരുമാനമാവും എന്നുള്ള തരത്തിലേക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച സ്പേഴ്സിനോട് തോറ്റപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി വരാൻ പോകുന്ന 2 മത്സരങ്ങൾ ടെൻഹാഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തോറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായാലും സാക്ക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ തോറ്റില്ല, അത് 2 സമനിലയായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവരെന്താണ് ഇവരുടെ പ്ലാൻ ബി എന്തായിരുന്നു എന്നുള്ള കാര്യം അതിനെക്കുറിച്ചും യാതൊന്നും അറിയില്ല. ഇപ്പോൾ അത് കാരണം ഒരു പക്ഷേ ഇങ്ങനെ സർവൈവ് ചെയ്യുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. 2 മത്സരങ്ങൾ ഡ്രോ ആയി എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ഇപ്പം ഇതിൽ എന്തെങ്കിലും രീതിയിൽ പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പ്ലീസ് എൻലൈറ്റൻ മീ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് യാതൊരു പോസിറ്റീവും കാണുന്നില്ല. വേണമെങ്കിൽ ഒരു ചെറിയൊരു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ആസ്റ്റൺ വില്ല അത്യാവശ്യം നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അവർക്കെതിരെ അവിടെ ഹോമിൽ പോയി ഒരു പോയിന്റ് നേടി, അതുപോലെ തന്നെ ക്ലീൻ ഷീറ്റ് പിടിച്ചു എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് എന്ന് പറയാം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങേരുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇങ്ങേര് പറയുന്ന കാര്യങ്ങളും കംപ്ലീറ്റ്ലി കിളി പോയ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ വേറെ റിപ്പോർട്ടുകളൊക്കെ വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻസാഗിനുമായി ബന്ധപ്പെട്ട് ലിങ്ക് വന്നിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇറ്റാലിയൻ ജേർണലിസ്റ്റുകളാണ് ഈ കാര്യം എടുത്തിട്ടത്. പക്ഷെ അതിനുശേഷം ഡേവിഡ് ഓൺസ്റ്റീൻ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല, യുണൈറ്റഡ് അങ്ങനെ ചർച്ച നടത്തിയിട്ടൊന്നുമില്ല, കാരണം ഇൻസായിക്ക് ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതോടുകൂടി ആ കാര്യം അവിടെ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷലിൻ്റെ കാര്യമാണ്. ഓഫ് കോഴ്സ് ട്യൂഷലിൻ്റെ കാര്യം എപ്പോഴും എടുത്തിട്ടുകൊണ്ടിരിക്കും, കാരണം ട്യൂഷൽ ഇപ്പോൾ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ സമ്മറിൽ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷെ അത് പിന്നെ വർക്കൗട്ട് ആയില്ല. പിന്നെ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ട്യൂഷൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂഷലിൻ്റെ കാര്യമാണ് ലൈനപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിൽ സാമുവൽ ലക്കസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ അത് റിലയബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി പോവുകയാണെങ്കിൽ തന്നെ സാക്കിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ട്യൂഷൽ എന്നുള്ള റൂട്ടിലേക്കായിരിക്കും മിക്കവാറും പോവുക. അപ്പോൾ അതെന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഓവറോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.